എന്നതിന് 3 വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ആല് എന്നുപയോഗിക്കും, എയ്യാൽ എന്നുപയോഗിക്കും, പിന്നെ അഹ്ല് എന്ന വാക്ക് ഉപയോഗിക്കും. അതിലെ ആല് എന്നതിനേക്കാളും ഇയാൽ എന്നതിനേക്കാളും വിശാലമാണ് അഹ്ല് എന്ന് പറയുന്നത്. ഒരു നിലക്ക് മുഅ്മിനീങ്ങൾ എല്ലാവരും അഹ്ലാണ്. സ്വാലിഹീങ്ങളുടെ അഹ്ലാണ്. സ്വർഗാവകാശികളുടെ അഹ്ലാണ്. ഫാസിഖീങ്ങളുടെ അഹ്ലാണ്. മലയാളത്തിലേക്ക് വരുമ്പോ അഹ്ല് എന്നതിന് ബന്ധു എന്നാണ് അർത്ഥം. പരിശുദ്ധ ഖുർആനില് മനുഷ്യന്റെ ബന്ധുക്കൾ ആരാണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ കൻആനിന്റെ താരീഖ് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അഹ്ലിനെ പരിചയപ്പെടുത്തുന്നത്. 1000ഓളം വർഷം ദീന് പറഞ്ഞിട്ട് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നതുള്ളൂ എന്നതിനാൽ നൂഹ് നബി അലൈഹിസ്സലാമിന് വലിയ മാനസികമായ പ്രയാസമുണ്ടായി. സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും ഈ ഭൂമിയിൽ വെച്ചേക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കുകയും വലിയ ജലപ്രളയം ഉണ്ടാവുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ച ആളുകളും കപ്പലിൽ കയറിയപ്പോ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാമിന്റെ മകൻ കയറാൻ കൂട്ടാക്കിയില്ല. സ്നേഹത്തോടുകൂടെ നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ബനി എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്. ബനി എന്ന് പറഞ്ഞാൽ ഇന്റെ മോനെ എന്നാണ്. യാ ബുനയ്യ എന്ന് പറഞ്ഞാല് കുഞ്ഞിമോനെ എന്നാണ്. സ്നേഹത്തോടു കൂടെയുള്ള വിളിയാണ് യാ ബുനയ്യ, എന്റെ കുഞ്ഞിമോനെ, ഇർകം മഅനാ, നമ്മളോടൊപ്പം ഈ കപ്പലിൽ കയറ്, വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളിൽ നീ പെട്ടുപോകരുതേ എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പാ, സആവീ ഇലാ ജബലിൻ യഅ്സിമുനീ മിനൽ മാഇ, വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലമുകളിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം. സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു മലയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ നിൽക്കുന്ന മല ഉണ്ട്, അത് മൂടിയിട്ടുണ്ട്. വേറെ അവിടെ അങ്ങനെ ഒരു മലയൊന്നുമില്ല. സആവി ഇലാ ജബലിൻ, ഏതെങ്കിലും മലയിൽ കയറാമെന്നാണ്. ഈ മലമ്മ കയറാന്നല്ല. ഈ മലമ്മ കയറാന്നാണെങ്കിൽ സആവി ഇലൽ ജബലി എന്ന അലിഫ് ലാം ചേർത്താണ് പറയാ. റജുൽ എന്ന് പറഞ്ഞാൽ ഏതോ മനുഷ്യൻ എന്നാണ്. അർറജുൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ അറിയപ്പെട്ട ഈ മനുഷ്യൻ എന്നാണ്. അപ്പൊ അലിഫ് ലാം ചേരാത്തതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു മല ഇല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഓന് കയറാൻ തോന്നണില്ല എന്നുള്ളതാണ് പ്രശ്നം. വാപ്പ പല നിലക്കും മോനെ വിളിച്ചു, മോനെ ഇതിൽ കയറിക്കോ. കയറിയില്ല. അങ്ങനെ വലിയ തിരമാലകൾ വന്നു, കപ്പൽ ഓടി നടന്നു. വിശ്വസിച്ച ആളുകൾ കപ്പലിലുണ്ട്. എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ഇണകളുണ്ട്. വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വന്നു, മഴ പെയ്യാൻ തുടങ്ങി, ഭൂമിയിൽ നിന്ന് ഉറവ പൊട്ടാൻ തുടങ്ങി. എല്ലാം ഇല്ലാതെയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോട് വെള്ളത്തെ വിഴുങ്ങാനും ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും പറഞ്ഞു. വഖീല യാ അർളു ബിലഈ മഅകി വയാ സമാഉ ഖിലഈ. നൂഹ് നബി അലൈഹി ഇസ്ലാം മകനോട് പല നിലക്കും കയറാൻ പറഞ്ഞു. മോൻ കയറിയില്ല. അങ്ങനെ ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു, ഭൂമിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖീല യാ അർളു, ഭൂമിയെ, ഇബ്ലഈ മാക്കി, നിന്റെ വെള്ളത്തെ നീ വിഴുങ്ങുക. വയാ സമാഉ ഖിലഈ, ആകാശമേ
നിന്റെ വെള്ളത്തെ നീ പിടിച്ചു നിർത്തുക. വഗീദൽ മാഉ വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയി. വസ്തവത്തെ അലൽ ജൂദി ജൂദി എന്ന പർവ്വതത്തിന് മുകളിൽ പോയി കപ്പൽ നങ്കൂരമിട്ടു. വെള്ളം ഇറങ്ങിപ്പോയപ്പോ ജൂദി പർവ്വതത്തിന്റെ മുകളിലുണ്ടായിരുന്ന മരങ്ങളും വെള്ളത്തോടൊപ്പം കടപുഴകിപ്പോയി എന്ന് താരീഖിലുണ്ട്. പിന്നീട് ആ മലയിൽ അത്തിമരങ്ങൾ മുളച്ചു എന്നാണ്. അതുകൊണ്ട് വത്തീൻ എന്ന് അത്തിമരം കൊണ്ട് സത്യം ചെയ്തിട്ടുള്ളത് നൂഹ് നബിയെ ഉദ്ദേശിച്ചാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഴ മാറി വെള്ളം ആണ്ടുപോയപ്പോ വിശ്വസിച്ച ആളുകൾ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു ചോദ്യം ചോദിക്കുന്നത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിലുണ്ട്. അള്ളാഹുവേ, എന്റെ ബന്ധുക്കളെ രക്ഷപ്പെടുത്താമെന്ന് നീ പറഞ്ഞിരുന്നു. എന്റെ മകൻ എന്റെ ബന്ധുവാണല്ലോ, എന്നിട്ടെന്താണ് എന്റെ മകനെ രക്ഷപ്പെടുത്താതിരുന്നത് എന്ന് അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ അള്ളാഹു അതിന് കൊടുത്ത മറുപടിയുണ്ട്. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, കാരണം അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനാകുന്നു. സ്വാലിഹിന്റെ ബന്ധു സ്വാലിഹും, ഫാസിഖിന്റെ ബന്ധു ഫാസിഖും, മുഅ്മിനിന്റെ ബന്ധു മുഅ്മിനും, മുനാഫിഖിന്റെ ബന്ധു മുനാഫിഖും, കാഫിറിന്റെ ബന്ധു കാഫിറും, മുശ്രിക്കിന്റെ ബന്ധു മുശ്രിക്കുമാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, ആർക്കെങ്കിലും അവരുടെ കൈ വലത് അവരുടെ ആർക്കെങ്കിലും അവരുടെ കിതാബിനെ വലതു കൈയിൽ നൽകപ്പെട്ടാൽ അവൻ ഒരു ചെറിയ വിചാരണയെ നേരിടേണ്ടി വരും. അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് അഹ്ലിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് ചേരും. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. ആർക്കെങ്കിലും അവരുടെ ഏട് പിൻവശത്ത് കൂടെ ഇടതു കൈയിൽ നൽകപ്പെട്ടാൽ അവൻ നാശത്തെ വിളിക്കും. വേദനാജനകമായ നരകത്തിൽ ചെന്നു ചേരും. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ, നരകാവകാശിയുടെ അഹ്ല് നരകാവകാശിയാണ്.